ഹലോ നമസ്കാരം. പശ തീർന്നിട്ടുള്ള ഇതുപോലുള്ള ഫെവിക്കോളിൻ്റെ ബോട്ടിൽ കൊണ്ട് ഒരു സിമ്പിളായിട്ടുള്ള ഐഡിയ ആണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. പശ തീർന്ന ടൈമിൽ എടുത്തു വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏകദേശം ഒരേപോലെയുള്ള 3 എണ്ണമാണ് നമ്മൾ ഇന്നത്തെ ഐഡിയക്കായിട്ട് എടുക്കുന്നത്. ആദ്യം തന്നെ നമുക്കിതിൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ ഒന്ന് ഇളക്കി കളയാം. മൂന്നെണ്ണത്തിൻ്റെയും കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെ ഭാഗത്ത് ഞാനൊരു ബ്ലേഡ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വരയിട്ട് കൊടുക്കുകയാണ്. നമുക്ക് കത്രിക വെച്ചിട്ട് ഇതേപോലെ വെട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ആദ്യം ബ്ലേഡ് വെച്ചിട്ടൊന്ന് വരഞ്ഞിട്ടത്. താഴത്തെ ഈ പരന്നിട്ടുള്ള ഭാഗം നമുക്ക് ഒഴിവാക്കി കളയാം. 3 എണ്ണത്തിലും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊരു സ്കെച്ച് പെൻ വെച്ചിട്ട് ഇതിൽ കട്ട് ചെയ്യേണ്ട ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിത് ഓരോ ഇതളുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ സെയിം ഗ്യാപ്പിലായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ അളവെടുത്തിട്ട് കട്ട് ചെയ്യുന്നത്. ടോട്ടൽ നമുക്ക് 5 ഇതളാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് 4 സൈഡിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കത്രിക വെച്ചിട്ട് കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നേരെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് കട്ട് ചെയ്യേണ്ട, ഒരു 1/4 ഭാഗം മാത്രം മതി. ഇപ്പോൾ ഇത് 5 പാർട്സ് ആക്കിയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി ഇതിലെ ഓരോ പാർട്സിനെയും നമുക്കൊരു പൂവിൻ്റെ ഇതൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക, എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. ഞാനൊരു വി ഷേപ്പിലായിരുന്നു കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതവിടെ കംപ്ലീറ്റ് ആയി. ഇതുപോലൊന്ന് പുറത്തേക്കാക്കിയിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. ഇതളാണെന്ന് തോന്നാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു ഷേപ്പ് കിട്ടാനാണ്. ഇപ്പോൾ ഇതാ കറക്റ്റ് ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ കുറച്ച് പേപ്പർ ട്യൂബ്സ് വേണം. ട്യൂബ് ഉണ്ടാക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഭാഗം കുറച്ച് വീതിയിൽ വേണം എടുക്കാനായിട്ട്. ഫ്ലവറിൻ്റെ താഴെ ഭാഗം കറക്റ്റ് ഫിറ്റായിട്ട് വേണം ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാനായിട്ട്. അപ്പോൾ ആ ഒരു അളവിൽ വേണം നമ്മൾ ഉണ്ടാക്കാൻ. ഇത് കണ്ടില്ലേ ഇപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് നിൽക്കുന്നത്. ഇത് ഞാൻ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഓറഞ്ച് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്, ചെറിയൊരു പീസ് മതി. എന്നിട്ട് അതിനെ ചെറിയ സ്ട്രിപ്സ് ആക്കിയിട്ട് കട്ട് ചെയ്യാം. റൗണ്ട് ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമുക്ക് പേപ്പർ ട്യൂബിൽ ഒട്ടിച്ചു കൊടുക്കണം. ഗമ്മ തേച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്ലവർ ഈ പേപ്പർ ട്യൂബിൻ്റെ താഴെ ഭാഗത്തു കൂടി മുകളിലേക്ക് കൊണ്ടുവരാം. ഇപ്പോൾ അവിടെ ഫിറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി അങ്ങനെ നിൽക്കുന്നില്ലെങ്കിൽ നമുക്ക് അവിടെ കുറച്ച് ഗമ്മ് തേച്ചാലും മതി. അപ്പോൾ അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഫ്ലവർ ഇവിടെ റെഡിയായി. ഇതുപോലെ തന്നെ മറ്റേതും ചെയ്തെടുക്കാം. വൈറ്റ് കളർ ഫ്ലവേഴ്സ് ആയതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ ഓറഞ്ച് പേപ്പർ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ 3 ഫ്ലവേഴ്സും റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ മത്തൻ്റെ സീഡ് വെച്ചിട്ട് ചെയ്ത ഒരു വേസിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഫ്ലവേഴ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ വൈറ്റും ഓറഞ്ചും കോമ്പിനേഷൻ നന്നായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു സിമ്പിൾ റീയൂസിങ് ഐഡിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.